ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയൊരു വീഡിയോ നമ്മൾ ലൈറ്റ് സെറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾ ലൈറ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളല്ല സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ദേവനാഥ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങോട്ട് ഒരു കാര്യം കടക്കുന്നതിന് മുമ്പേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ഇട്ടിട്ട് കമന്റ് ചെയ്യാൻ നല്ലത് കേട്ടോ. അപ്പോൾ പണിയിലാണ് ഇപ്പം അങ്ങോട്ട് ചെല്ലാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇട്ടുണ്ട് ഗൈസ്. ഉണ്ട് ഇരുന്നാലേ കാണാം. ഇവിടെ വേറെ പുറത്ത് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. പുറത്ത് നമ്മൾ സ്റ്റാർ വരുന്നുണ്ട്, കിട്ടിലൊക്കെ ഇരുന്നാൽ മതി. അത് വരുന്ന ഉടനെ വരുന്നതായിരിക്കും. കണ്ണേ കണ്ണേ അട്ടാപുറ നമ്മൾ എപ്പോഴും വിട്ടിട്ട് നമ്മൾ വിട്ടിട്ടാണ് കാണാൻ രണ്ട് ദിവസം നമ്മൾ കൊൽക്കട്ടുള്ള തള്ളി കൂട്ടി മല്ലാച്ചില്ല അവസാനത്തെ ലുക്ക് കാണിച്ചിരുന്നായിരിക്കും. അവസാനത്തെ ലുക്ക് കാണുന്നവരെ അവസാനത്തെ ലുക്ക് കാണുന്നവരെ പറയാനുണ്ട്. അവസാനത്തെ ലുക്ക് വരെ നമുക്ക് കാണാം. പരാതിക്കാരുടെ മൊഴിയിലും വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണ്. പരാതിയെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സെഷൻസ് കോടതി മുന്നോട്ട് വെക്കുന്ന ഈ സംശയങ്ങൾ കൂടി പരിഗണിക്കും. അങ്ങനെ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി. നടിയാക്രമിച്ച കേസിൽ ദിലീപിന്റെ നീതിയെ കുറിച്ച് വാഗ്ദാനമായി ഇവിടെ കൈസ് പണിയുന്നത് അവർക്ക് സംസാരിക്കാൻ കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമന്റ് ബട്ടൺ അടിച്ചു കൊടുക്കണം. കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിലെ വീഡിയോ എടുത്തായിരിക്കും. സതീശൻ അവിടെയും മയപ്പെടുത്തുകയാണ്. അത് സ്ലിപ്പ് ഓഫ് എന്നല്ലാണ്ട് കേട്ട ആർക്കും അറിയാം. മനസ്സിലെ ആ സന്തോഷം അത് വാക്കുകളായി വന്നതാണ്. മറ്റൊരു കാര്യം മുരളീധരൻ നിന്ന് അറിഞ്ഞു. കൺസീലർ അല്ലായിരുന്നു മുരളീധരൻ പറയുന്നത്. അത് പുതിയ അറിവാണ്. ഇനി പാർട്ടിയുടെ നിലപാട് പറയാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി കുറച്ചാളത്തേക്ക് ഹോം വീഡിയോ ഒക്കെ എനിക്ക് കഴിച്ചിരുന്നത് കേട്ടോ. കുറച്ചാളത്തേക്ക് നമ്മൾ ഹോം വീഡിയോ കുറവായിരിക്കും. ഹോം വീഡിയോയില് ഷാർക്കുണ്ട്,
തെരഞ്ഞെടുപ്പിൽ കോഴിക്കാരുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ബ്രാലുണ്ട്, ഗപ്പിക്കൊച്ചുണ്ട്, പ്ലാറ്റിയുണ്ട്. രാഹുൽ ഈശ്വർ അംഗത്താണ് അഴിച്ചുള്ളിൽ ആർക്കു വേണ്ടി കേരളത്തിലെ പുരുഷന്മാർക്ക് വേണ്ടി മീനെ പിടിക്കാൻ നിൽക്കുന്നു കാണിച്ചിരുന്നേക്കാൻ എളുപ്പത്തിൽ ജാമ്യം കിട്ടേണ്ട കേസായിരുന്നു. അതിലാണ് 11 ദിവസം അകത്ത് കിടക്കുക. ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു. 7 മണി ചർച്ചയിൽ വന്ന ബാധിക്കുന്നത് പോലെയാണ് ഇവനാണ് എന്റെ പുതിയ പണിക്കാരൻ. ഇവനാണ് ഇപ്പൊ എന്റെ കൂടെ പണിയൊക്കെ ചെയ്യുന്നത്. ഇവനെ നമ്മള് മാറ്റി, ഇപ്പൊ ഇവനേ ഉള്ളു. എന്നെ മാറ്റി കഴിച്ചു. ഇവൻ കിളിവാ പോലെ കൊണ്ട് മീനെ പിടിക്കാൻ വന്നിരിക്കുന്നു. അവനെ ജോലിക്ക് കയറ്റിയതാ. എന്തോ കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നൊക്കെ ഭ്രാന്ത. മീനെ പിടിക്കാൻ മീനടിക്കുന്നു. പഴയ ഊർജമില്ല. മിക്സിയൊക്കെ കൈകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും ആ പഴയ പ്രസരിക്കില്ല. ഇപ്പോൾ സുപ്രീം കോടതി വിധി പ്രസ്താവമൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. തനിക്കെതിരെയുള്ളത് കള്ളക്കേസാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ പഴയ വരെ നമുക്ക് അപ്പം അടുത്ത വയർ കൊടുത്തിട്ട് വരാം. അതുവരെ നിങ്ങൾ അവന്റെ വീഡിയോ കണ്ടോളൂ. ബ്ലേഡ് വെച്ചോ, ബ്ലേഡ് എടുക്കാൻ ചെറുക്കതാ വരുന്നുണ്ട്. ഞാൻ മാതി പറിക്കുമല്ല അങ്ങ് ചെറുക്കൻ്റെ പണിയല്ലോ. കഴിഞ്ഞല്ല തീർന്നില്ലേ? കപ്പുവെള്ളം കാണാൻ പറ്റും. അല്ലാജലം പിന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരു സമ്മർദ്ദം അത് നേരിടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു മാസത്തെ കാര്യം മാത്രം ഒന്ന് നോക്കിയാലോ. തരൂരിന് അന്ന് ബിജെപിയിൽ ചേർന്നാൽ പോരെ എന്ന ആളുകളെ കൊണ്ട് ചോദിപ്പിച്ച ഒറ്റ കാണാൻ കഴിയും. അതിൽ ചിലതൊന്ന് ഓർത്തു വരാം. ഇന്ത്യൻ രാഷ്ട്രീയ കുടുംബ ബിസിനസ്സാണെന്ന് തരൂരിന്റെ ടേപ്പ് നിർത്തിയെടുക്കാടേ രാത്രി പിടിച്ച് മണ്ടേ വെക്കടേ അത് പൊട്ടിക്കൂടാ. ടേപ്പ് എന്താണാ അവൻ വെള്ളം കുടിക്കാതെ സോപ്പുള്ള എടുത്ത് കുടിക്കാൻ വെള്ളം കുടിക്കണം. വെള്ളം വേണേ പാർട്ടിയോട് പോലും ചോദിക്കാതെ പങ്കെടുക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയും ഔട്ടായ പിന്നിലാണ്. പിന്നെ മോദി സ്തുതിക്ക് ഒരു കുറവുമില്ല. ചുമ്മാതെയാണോ തരൂർ മോദി ഫാൻസ് അസോസിയേഷന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റാണെന്ന് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞത്? മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ മതവിവേചന പ്രധാനമന്ത്രി സംസാരിക്കുന്നതെല്ലാം ഇന്ത്യയുടെ വികസനത്തെ കുറിച്ചാണ്. മോദി കരിസ്മാറ്റിക് ലീഡർ. തരൂരിനെ മോദി സ്തുതി ഓർമ്മിപ്പിക്കാൻ പറയാൻ തുടങ്ങിയാൽ അരമണിക്കൂർ മതിയാവില്ല. അതുകൊണ്ടല്ലേ തരൂരിന്റെ പേര് കേട്ടപ്പോൾ സതീശൻ പോലും കൈകൂപ്പിയത്.
വെള്ളം നട്ടി കുടിക്കുവോ? എല്ലാ വേദനകളെയും മാറ്റൂ. നൂറ്റാണ്ടുകൾ ആകണമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ആണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇങ്ങനൊരാളാണ് തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പല പാട്ടുകളും അതിലേക്ക് പോകാൻ കഴിയാറായി നമ്മളെ പരിപാടി. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങൾ ഇപ്പോഴേ ചെയ്യണം ഗൈസ്, ലേറ്റ് ആവത്തില്ല. ഒരു 50 ഒരു 100 സബ്സ്ക്രൈബർ ആക്കി തരാൻ ഗൈസ്. 100K സബ്സ്ക്രൈബർ ആക്കി തന്ന നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഗപ്പി ഓൺലൈൻ അയച്ചു. നമ്മളെ പൈസ പോയില്ലല്ലോ, നമ്മൾ അയച്ചു വിളിച്ച്. ആ സാധനം കൊണ്ടേ ഇത്ര പൊക്കാൻ കീറി ഇങ്ങനെ കയറി തീരുവാണി ചെറുക്ക മീൻ കയറിപ്പോയ മീനൊക്കെ ഇരിപ്പുണ്ടേ. അവൻ കേറാണേ സൗണ്ട് ചെയ്തു, കൈയൊക്കെ മസിലുണ്ടാവും. അവൻ കേറാണേ അവിടെ എത്തണവനെ, അവൻ പാവോടാണ്. ഇപ്പൊ കണ്ടോ എന്നെ അറ്റാക്ക് മുനിസിപ്പാലിറ്റികളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആകെ മാരണമാണ്. അതിൽ 5 എണ്ണം LDF ആ കണക്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. ഏതായാലും 5, 1 എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റി പാലക്കാടിന്റെ കണക്ക്. ടോട്ടൽ കണക്ക് 7 ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് കൂടിയാണ്. അപ്പോൾ ഈ ചിത്രം നമുക്ക് ഈ ഗ്രൗണ്ടിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്ക് ഇവിടെ നമ്മുടെ പണിയോടെ നടന്നോണ്ടിരിക്കുന്നത് വയർ ഗ്രാമപഞ്ചായത്തുകളുടെ ചിത്രമുടികളെ നമുക്ക് വ്യക്തമാകും. പാലക്കാട് ജില്ലയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കണക്ക് എന്നതാണ് ടോട്ടൽ 60 LDF ആധിപത്യമാണുള്ളത്. LDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളെ UDF കയ്യിലാണ്. മറ്റാരും ഭരിക്കുന്നില്ല. LDF UDF എന്ന നിലയ്ക്ക് 60-28 എന്ന നിലയ്ക്ക് ജീവിച്ചെടുത്തിരിക്കുന്ന നിലയാണ് ഇപ്പോൾ പാലക്കാട് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിലുള്ളത് എന്നുള്ളതാണ്. എന്നോടൊപ്പം ഇപ്പോൾ ഈ സമയത്ത് പാലക്കാട്ടെ പൊളിറ്റിക്സിൽ പാലക്കാട്ടെ നാളെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ബുള്ളറ്റുകളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വാർത്ത അതുകൂടിയായിരുന്നു. അപ്പൊ ചെറിയ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇത്തവണ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നഗരസഭയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ കേരളം ഒറ്റയ്ക്ക് പൊതുവെ ചർച്ച ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ ചർച്ചകളും പാലക്കാടുണ്ട്. അതിന് പുറമേയുള്ളതാണ് ഇത്തരത്തിൽ രാഹുൽ മാക്കൂട്ടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ. തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്താണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി
പാർട്ടി പോകുന്നതും പിന്നീട് അവിടെയും ഉണ്ടായിരുന്ന രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ മറ്റൊരു തരത്തിലേക്ക് മാറുന്നതും കടുത്ത പ്രതിഷേധത്തിലേക്ക് മാറുന്നതും ഇപ്പോൾ രാഹുലിനെ ഇവിടെ നിന്ന് മുങ്ങേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയം UDF-നും പ്രത്യേകിച്ച് കോൺഗ്രസിനും ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നതിന്റെ കൃത്യമായ കണക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഹുലിന്റെ വിഷയം അത് പൊതുവെ കാണുന്ന ചില വിവാദങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കില്ല എന്നുള്ളതാണ് KPCC-യും DCC-യും ഈ ഘട്ടത്തിൽ വരെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടോ അത് ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി 13 നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ പാലക്കാട് നഗരസഭയാണ് അതേ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത് മാസങ്ങളിൽ രാഹുൽ മാർഗത്തിൽ കിട്ടിയ 18,500 വോട്ടിന്റെ ഭൂരിപക്ഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്നുണ്ടാക്കിയ ആ ഒരു ഓളത്തിൽ തന്നെ പാലക്കാട് നഗരസഭ തിരിച്ചു പിടിക്കാനാകുന്ന ഒരു പ്രതീക്ഷ UDF-ന് വലിയ ആവശ്യത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതായിരുന്നു UDF-ന്റെ പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ കൽപ്പനയിൽ മങ്ങലേൽപ്പിച്ചത് രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. നിലവിലും ഈ ഘട്ടത്തിൽ വരെ പാലക്കാട് നഗരസഭയിൽ രാഹുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമൊന്നും ബാധിക്കില്ല. തിരിച്ച് 30 സീറ്റുകളോളം നേടിക്കൊണ്ട് നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കാനാകും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ BJP സംബന്ധിച്ചിടത്തോളം കേരളം ഒരു സംസ്ഥാനത്ത് 28 നഗരസഭകളുള്ള സംസ്ഥാനത്ത് ആകെയുള്ള 2 നഗരസഭകൾ, ഒന്ന് പത്തനംതിട്ട പന്തളവും ഒന്നും ആ പാലക്കാട് അനുസരിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിവില്ലാത്ത വിധം രാജീവ് ചന്ദ്രശേഖരന്റെ നിരീക്ഷണത്തിലാണ് പാലക്കാട് പരസ്പരം പൂർവ്വലിംഗമായി നേതാക്കൾ രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ പോലും സംസ്ഥാന പ്രസിഡന്റ് ഇടപെട്ടുകൊണ്ടാണ് അധ്യക്ഷൻ ഇടപെട്ടുകൊണ്ടാണ് ആ രംഗത്തെ ശാന്തവരുത്തിയത്. BJP സംബന്ധിച്ചിടത്തോളം അവരുടെ തമ്മിലടിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന്റെ വിഷയമാണ് പാലക്കാട് നഗരസഭയിലുള്ളത്. മറ്റൊരു പാലക്കാട് നഗരസഭയിലെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് ഇത്. പാലക്കാട് ചർച്ചകളാണ് എന്തൊക്കെയാണ് പാലക്കാട് പൊളിറ്റിക്സ് പാലക്കാട് ഒന്നുമില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത. പാലക്കാട് വിഷയത്തിൽ ഒരു പാൻ കേരള വിഷയമായി എഴുതുന്നു എന്നുള്ളതാണ്. എന്താണ് അതിൽ ഏറ്റവും പ്രധാനം? റാഷിദ്, 3 മുന്നണികൾക്കും കാര്യമായ പോയിന്റുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. കണക്കുകളുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും പാലക്കാട് LDF-ന് CPM-ന് CPI-ക്കൊക്കെ അതിന്റെ റിസൾട്ടാണ് നമ്മള് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ നമ്പർ നിലവിലെ സീറ്റിന്റെ LDF-നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് പറയുന്നത് വിമതശല്യമാണ്. അത് നമ്മൾ നോക്കുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും അധികം LDF-ൽ ഏറ്റവും അധികം വിമത സ്ഥാനാർത്ഥികളുള്ള ജില്ലയാണ് പാലക്കാട്. വിവിധ വാർഡുകളിലായിട്ട് അത് മുനിസിപ്പാലിറ്റി ആകാം, ഗ്രാമപഞ്ചായത്താകാം, ജില്ലാ പഞ്ചായത്താകാം, വിവിധ വാർഡുകളിലായിട്ട് 28 വാർഡുകളില് പിന്നെ LDF-ന് വിമതശല്യമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. CPM-ന്റെ കാര്യം സവിശേഷമായിട്ട് എടുത്തു പറയുമ്പോൾ മണ്ണാർക്കാട്, അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ, അതുപോലെ തന്നെ ഒറ്റപ്പാലം, ഈ 3 സ്ഥലത്തും പാർട്ടിക്കുള്ളിലെ ഇൻഫ്ലൈസ്, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ വളരെയധികം ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ട ഒരു ജില്ലയാണ് പാലക്കാട്. പ്രത്യേകിച്ച് ഈ മുനിസിപ്പാലിറ്റികൾ 5 മുനിസിപ്പാലിറ്റികളാണ് LDF-ന്റേതായിട്ട് പാലക്കാട് ജില്ലയിൽ അവരുടെ കയ്യിലുള്ളത്. കയ്യിലിരിക്കുന്ന മുനിസിപ്പാലിറ്റികളിൽ ഒറ്റപ്പാലം, അതുപോലെ തന്നെ ചിറ്റൂർ തത്തമംഗലം, അതുപോലെ തന്നെ ഒറ്റപ്പാലം, ചിറ്റൂർ തത്തമംഗലം, ഈ 2 സ്ഥലത്തും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ കുഞ്ഞപ്പാറ പഞ്ചായത്ത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ CPM-ന്റെ ജില്ലാ നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന് പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു വലിയ ജനസംഖ്യയിൽ തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി പഠനം നടത്തുകയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്ത സ്ഥലമാണ് കൊഴിഞ്ഞാമ്പാറ. അപ്പൊ ഈ 3 മേഖലകളിൽ CPM-ന്റെ അകത്ത് പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന പ്രശ്നങ്ങൾ CPM-ന് ഒരു കത്താണ്. UDF-നെ സംബന്ധിച്ച് സംസ്ഥാനം ഒട്ടാകെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം UDF-നെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. BJP-യെ സംബന്ധിച്ച് BJP-യുടെ കയ്യിലിരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സീറ്റ് നിർണയത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന സർക്കാർ പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയേണ്ട കാര്യം റാഷിദ്, തൃശൂർ ജില്ലയുടെ BJP പ്രസിഡന്റായിരുന്ന KK അനീഷ് കുമാറാണ് പാലക്കാട് BJP-ക്ക് ചുമതല കൊടുത്ത് പാലക്കാട്ടേക്ക് അയച്ചത്. അവിടെ പ്രശാന്ത് ശിവന്റെ ടീം KK അനീഷ് കുമാർ പിന്നെ ഇന്നിപ്പിന് വളരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. അപ്പോൾ അത്ര കണ്ട് BJP-ക്ക് അടുത്ത സംഘടനയ്ക്ക് പ്രശ്നം
BJP ഈ പാലക്കാടിനെ സംബന്ധിച്ച് BJP നേതാക്കൾ പുറത്ത് സമ്മതിക്കില്ല. എങ്കിൽ പോലും അവർക്കിടയിൽ ഈ പോലും വളരെ വ്യാപകമാണ് പാലക്കാട് എന്നുള്ളത് രഹസ്യമായി അവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് മറ്റു പ്രധാന PK ശശി എന്നുള്ള ഒരു എലമെന്റ് കൂടിയുണ്ടല്ലോ. അപ്പൊ മണ്ണാർക്കാട് ശശി ആശീർവാദത്തോടു കൂടിയാണ് യുവത മത്സരിക്കുന്നത് എന്നുള്ള CPM തലവേദനയുണ്ട്. ശശി ആ വിഷയത്തിൽ ഒരു പ്രത്യേക തലവേദനയായി PK ശശി പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് തന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ PK ശശി ബാക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് CPM അല്ലെങ്കിൽ LDF വെല്ലുവിളിയാകുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ തന്നെ ഇപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ ഭരണം LDF കൈയാളുന്നത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി ഡീസോ പട്ടാമ്പി രൂപീകരിച്ച ആ ഒരു കൂട്ടം നേതാക്കളുടെ അല്ലെങ്കിൽ അണികളുടെ ഒരു പിന്തുണയോട് കൂടിയാണ്. ഈ പ്രാവശ്യം കോൺഗ്രസ് അത് വളരെ തന്ത്രപരമായി തന്നെ ഡീസോ പട്ടാമ്പിയെ കൂടെ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. കോൺഗ്രസ് വിട്ടുപോയവർ ഇത്തവണ കോൺഗ്രസിനൊപ്പമാണ്. അതുകൊണ്ട് ഈ ചിറ്റൂർ പട്ടമംഗലവും അതുപോലെ തന്നെ ഒറ്റപ്പാലവും അതുപോലെ തന്നെ പട്ടാമ്പി ഉൾപ്പെടെയുള്ള നിലവിൽ കൈവരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ ഈ പ്രാവശ്യം LDF കിട്ടുന്ന കാര്യത്തിൽ യാതൊരു കാരണവശാലും ഒരു പുറത്തു പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെയാണ് ആനക്കര ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകളിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട 2 കക്ഷികൾ CPM-ഉം CPI-യും നേരത്തെ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി LDF-നെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ രസം കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാലക്കാട്ട് നന്നായി പാലക്കാട് നിയമസഭാ പരിധിക്കകത്ത് വരുന്ന പഞ്ചായത്തുകളിലൊക്കെ നന്നായി പെർഫോം ചെയ്യുക, കോർപ്പറേഷനിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. രാത്രി മാമൂലത്തിൽ ഞങ്ങളാ പറഞ്ഞത് നിങ്ങൾ കണ്ട ഞെട്ടി പോകാൻ നിങ്ങൾ കണ്ണക്കില്ലേ ഇങ്ങനെ മേലെ കയറി വീഴാതെ അനെ പിടിച്ചോണ്ട് ഒറ്റ കൈ വെച്ച് എന്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് കാത്തുവെച്ചുണ്ടാവുക. ഇക്കാര്യത്തിലൊക്കെ മോഹൻ അനിൽകുമാർ BJP എന്നിവർ ആദ്യം മോഹൻ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കാര്യമായി പൊതുമണ്ഡലത്തിൽ ചർച്ചയാവാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അടിത്തട്ടെ വിഷയങ്ങൾ അതാം തദ്ദേശ സ്ഥാപനങ്ങളിൽ അതാം ഇടങ്ങളിൽ ചർച്ചയാവുന്നതിനപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് കാര്യമായി നടക്കുന്നത്. അതേപോലെ തന്നെ വിവാദ വിഷയങ്ങൾ അവർക്ക് ധാരാളം ഉണ്ടാവുകയും ചെയ്തു. വിവാദ വിഷയങ്ങളുടെ ഒരു മുന്നേറ്റത്തായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതയേക്കാൾ വ്യക്തമാണെന്നാണ്. എന്താണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭക്ഷണത്തിന്റെ കാര്യത്തിലെങ്കിലും യഥാർത്ഥത്തിൽ ഗ്രാസ് റൂട്ട് ലെവൽ ഇഷ്യൂ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തദ്ദേശ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുകയും അതിനുള്ള പ്രതികരണങ്ങൾ നേടുകയും ചെയ്യുന്ന ഒരു വേദിയാണ്. യഥാർത്ഥത്തിൽ ഒരു ബാങ്കികത ലെവലിൽ വന്ന ഒരു ഇക്കിളിപ്പെടുത്തും ലാസ്റ്റ് ലുക്ക് കാണുന്നവരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ബൈ ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ചിട്ട് നമ്മള് ക്രിസ്മസിന്റെ നമ്മുടെ വീട്ടിൽ വീഡിയോ എടുക്കുകയായിരിക്കും ഗൈസ്. ബൈ ബൈ ഗൈസ്. നമ്മുടെ പഴയ റൈസ് നമ്മളിപ്പം ചെയ്ത് തുടങ്ങാൻ പോണ ഗൈസ്. ലാസ്റ്റ് ലുക്ക് ഇപ്പം വരുന്നതായിരിക്കും ഗൈസ്. കണ്ട ഞെട്ടിപ്പോകും ഞെട്ടി കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ അങ്ങ് നോക്കാം. താഴെ ഇതുണ്ട് കിടന്ന് ഉറങ്ങിയാണ് ഉറങ്ങിയാണ് ഇവിടെ പൂജ വരാൻ വിട്ടു. നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ ചെയ്യണം കേട്ടോ. 100K അടിച്ച് തരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉറപ്പാ. ഗിഫ്റ്റ് ഉറപ്പ്. ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു 500 രൂപ
നമ്മൾ എന്തോ കൊടുക്കും നിങ്ങൾ ഞങ്ങൾ അപ്പ ആരംഭിക്കാം മുട്ടായി വെച്ചോളൂ പേരൂടെ അയച്ചാൽ അഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളുമായി ജോസ്കോ ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷൻസ് ഡിസംബർ 11 മുതൽ 14 പണി തീർന്നു പണി തീർന്നു പണി തീർന്ന ലൈറ്റ് കത്തിക്കാൻ പിടിക്കാൻ ലൈറ്റ് ഒക്കെ എടുത്തിട്ട് പോയി അവിടെ പൂച്ച അതിന്റെ ബൾബടിച്ച് പിടിച്ച് ഒരു ഉമ്മ കൊറ ഒരു ഉമ്മ കൊള്ള കണ്ടാ ഞെട്ട് ലാസ്റ്റ് ലുക്ക് പാട്ടൊക്കെ വന്നിടും നമ്മൾ അക്യൂർത്ത് ലൈറ്റ് വെച്ചായിരുന്നു അത് നിങ്ങൾ കണ്ടോളൂ എനിക്ക് അറിയാം അക്കോറിലായിട്ട് എങ്ങനെ ഈ ലൈറ്റ് വെച്ചത് നമ്മൾ 12 വോൾട്ടിന്റെ അഡാപ്റ്റർ വെച്ചാണ് തരുന്ന അഡാപ്റ്റർ ഫോട്ടോ കാണിച്ചിരുന്നായിരിക്കും അഡാപ്റ്റർ 12 വോൾട്ടിന്റെ അഡാപ്റ്റർ ഇതാണ് സാധനം അഡാപ്റ്റർ എന്ന് വെച്ചാൽ ഇതാണ് ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനെതിരെ വോട്ട് ചെയ്യണം? വോട്ടിന്റെ പ്രാധാന്യം 1000-ത്തേക്കാൾ 1000 നമ്മളിപ്പം 6000 എന്ന് പറയുന്ന അങ്ങനെയുള്ള ആയുധത്തിന് മൂർച്ചയും വേണ്ട, വളരെ പ്രൗഢിയുള്ള അങ്ങനെ ഇപ്പൊ കണ്ടോളാം റാങ്ക് സ്റ്റാർ ഇന്നെല്ലാം മുറിഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഇങ്ങനെ കയറിപ്പോയി ഈ കൈക്കകത്ത് ഈ കൈ ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇത് കേറി പോയി ഭയങ്കര ഞാൻ പിടിക്കുമ്പോ മെയിനായിട്ട് നമ്മൾ ഓഫ് ആക്കാൻ പോകണം. ഗൈസ് ലാസ്റ്റ് വീഡിയോ അവസാനത്തെ ഘട്ടമാണ് തീർന്നിരിക്കുന്ന ചുറ്റുമാണ് കരി ഞാൻ ഇടാൻ പറ്റുന്ന ചുറ്റ് നിങ്ങൾക്ക് കാണാം.
യത്തമാവുസേ. ഗവൺമെന്റിന്റെ പ്രവർത്തനം എല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും Guys! വാർഡ് കൺവെൻഷനുകൾ ഇതിലായി. യോഗങ്ങൾ 4-5 നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ചെയ്യണം, കമന്റ് ചാനൽ ഇതിന്റെ പഴുത് നമ്മൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും. നമ്മളിങ്ങനെ വളഞ്ഞ് അങ്ങ് വരെ പോകുന്നതായിരിക്കും വെച്ചവരെ. അതിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം, കമന്റ് ചെയ്യണം. ബൈ ബൈ. പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ മറിയില്ല കേട്ടോ, അവിടെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് ജനങ്ങൾ ഈ നാട്ടിൽ വന്ന മാറ്റം ഇവന്റെ കൈവപ്പുകളോടെ നമ്മൾ മൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഗൈസ്. പണി പൂർത്തീകരിച്ച് താക്കോൽ കൊടുക്കുന്നു.